ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ IRCCക്കും ബോർഡർ അതോറിറ്റീസിന് നമുക്ക് വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മുതൽ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏത് വിസയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഈ ഒരു കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ട് വിസ ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒട്ടും തന്നെ സമയങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ജാനുവരി 31, 2025 മുതലാണ് ഈ ഒരു അതോറിറ്റിക്ക്, അതായത് ബോർഡർ അതോറിറ്റിക്കും IRCCക്കും നമ്മുടെ വിസ ക്യാൻസലേഷൻ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നത്. ഇതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല കണ്ടീഷൻസിൽ പല പല കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സ്റ്റഡി പെർമിറ്റ് വെക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഫേക്ക് ആയിട്ട് വെക്കും. അത് മാത്രമല്ല, നിങ്ങൾ വർക്ക് വിസയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ കൂടി എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് ഫേക്ക് ആയിട്ട് വെക്കും. ഇനി മുതൽ അത് പറ്റില്ല. ഇനി മുതൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ IRCCക്കും നമ്മുടെ ബോർഡർ അതോറിറ്റീസ് നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഇപ്പൊ ജാനുവരി 31, 2025 മുതൽ വന്നിരിക്കുന്നു. അപ്പൊ ആർക്കൊക്കെയാണ് ഇത് വരുന്നത്, എന്തൊക്കെയാണ് ഇതിന് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടത്, ഈ ഒരു ക്യാൻസലേഷനിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRCCക്കും ബോർഡർ അതോറിറ്റീസിനും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിസ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഏതൊക്കെ ഒരു കണ്ടീഷൻസിലാണ് ഇത് കൂടുതൽ ചെക്കിങ് വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ടെമ്പററി റെസിഡന്റ് ആയിട്ട് ഇവിടെ നിൽക്കുവാണ്, നിങ്ങൾ വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആളാണ്, നിങ്ങൾ സ്റ്റഡി പെർമിറ്റിൽ നിൽക്കുന്ന ആളാണ്. ഈ ഒരു കണ്ടീഷൻസിൽ എല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിസ എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് എൻക്വയറി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പററി വിസയുടെ കണ്ടീഷൻസിൽ വരുന്നുണ്ട്, പിന്നെ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന്റെ വരുന്നുണ്ട്, സ്റ്റഡി പെർമിറ്റിലെ കണ്ടീഷൻസിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വിസയൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വെക്കും. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ വിസ അപ്രൂവൽ ആയി എന്ന് വിചാരിക്കാം. ബട്ട് ഇനി മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻക്വയറീസ്, അതായത് നമ്മൾ വെക്കുന്ന ഓരോ ഡോക്യുമെന്റ്സിന്റെ എൻക്വയറീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫോൾസ് ആയിട്ടൊരു ഡോക്യുമെന്റ് വെച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ സ്ക്രൂട്ടണി ചെയ്യുന്നുണ്ട്. കാരണം ഡോക്യുമെന്റ്സ് റീവെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മളിപ്പോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ ഫോൾസ് ആണ് എങ്കിൽ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റി ആണ് ഇപ്പൊ IRCCക്കും ബോർഡർ ഓഫീസേഴ്സിനും ഉള്ളത്. അത് മാത്രമല്ല, വേറെ കുറച്ച് കണ്ടീഷൻസിൽ നമ്മുടെ വിസ ക്യാൻസൽ ആയി പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമുക്ക് PR ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാൻസൽ ആയി പോകും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ നമ്മുടെ വിസ ക്യാൻസൽ ആയി പോകും. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട്, ഇപ്പൊ അതോറിറ്റീസിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് വിസ അപ്രൂവൽ ആയി, ബട്ട് അതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോൾസ് ആയിരുന്നു എന്ന്, പക്ഷെ നമുക്ക് വിസ അപ്രൂവൽ ആയി. പക്ഷേ ഇവരൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഇത് ഇപ്പം ഡോക്യുമെന്റ്സ് ഒക്കെ ഫോൾസ് ആണെന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ ഇവർ അപ്രൂവൽ ആയിട്ടുള്ള വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇവർ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ആണ് ഇവർ ഏർപ്പെടുത്തിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, സ്ക്രൂട്ടണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഉള്ള വിസയൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ റാൻഡം ആയിട്ട് വിസ ചെക്ക് ചെയ്യും. ഇവർ നമ്മളിപ്പോൾ ഹോം കൺട്രിയിലൊക്കെ ആണെങ്കിൽ അത് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യും. ഇപ്പൊ PR-ന് നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഫോൾസ് എക്സ്പീരിയൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ ഒക്കെ വെച്ചിട്ട് ഫോൾസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ ഹോം കൺട്രിയിലുമായിട്ട് വെരിഫൈ ചെയ്തിട്ട് അങ്ങനെയുള്ള സ്ക്രൂട്ടണി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവർ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ഒരു ഫോൾസ് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക് വിസ കൊടുക്കരുത്, റിജക്ഷൻ സംഭവിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ അപ്രൂവൽ കൊടുക്കുക എന്ന ഉള്ള ഒരു എയിം കൊണ്ടിട്ടാണ് ഇവർ ഈ IRCCക്കും ബോർഡർ ഓഫീസേഴ്സിനും ഇതിനുള്ള ഒരു വിസ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കണ്ടീഷൻ കൊണ്ടിട്ട് ഒരുപാട് വിസ റിജക്ഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ വിസയ്ക്ക് വെക്കുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യും, ബട്ട് അതിനകത്ത് 1-2 ഡോക്യുമെന്റ്സ് അത്ര വലിയ രീതിയിലൊന്നും വെരിഫിക്കേഷൻസ് ഒന്നും നടക്കത്തില്ല, നമുക്ക് വിസ അപ്രൂവൽ കിട്ടും. ബട്ട് ഇനി മുതൽ അങ്ങനെയല്ല, നമ്മൾ വിസയ്ക്ക് വെക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും വളരെ പക്കയായിട്ട് വെരിഫിക്കേഷൻ ചെയ്യും. അതിനുശേഷം മാത്രമേ വിസ പ്രോസസ്സ് ചെയ്യൂ എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയാണ് നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആളാണ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളാണ്, വർക്ക് പെർമിറ്റുള്ള ആളാണ്, സ്റ്റഡി പെർമിറ്റുള്ള ആളാണ്, ഏതൊരാളാണെങ്കിലും ഇത് നിങ്ങൾക്ക് ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് എങ്ങനെയാണ് ഈ ഒരു ക്യാൻസലേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ഉള്ള ആളാണ്, വർക്ക് വിസയിലുള്ള ആണ്, സ്റ്റഡി പെർമിറ്റ് ആണ്, നിങ്ങൾ അല്ലെങ്കിൽ PR വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളാണ്, അങ്ങനെയുള്ള ഒക്കെ സ്റ്റാറ്റസിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആയിട്ടുള്ള
ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ നമ്പേഴ്സ് ആണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡബിൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്യാം. ഫോൾസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാതെ ഇരിക്കാം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീഗൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ സ്റ്റഡി പെർമിറ്റിലുള്ള ആളാണ്, സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് വെക്കണം എങ്കിലും നിങ്ങൾ അതിൻ്റെ അകത്ത് അവർ പറയുമല്ലോ നമ്മുടെ ഈ സ്റ്റഡി പെർമിറ്റിന്റെ വാലിഡിറ്റി കഴിയുന്നതിന് ഇത്ര ദിവസം മുമ്പ് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ന്യൂ സ്റ്റഡി പെർമിറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് അത് അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി പെർമിറ്റിന് വർക്ക് പെർമിറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ലീഗൽ സ്റ്റാറ്റസ് സ്റ്റഡി പെർമിറ്റ്, അത് സ്റ്റുഡന്റ് എന്നുള്ള ലീഗൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് തന്നെ വർക്ക് പെർമിറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാത്തൊരു കണ്ടീഷനിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ അതൊക്കെ ഡേറ്റ്സ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയായിട്ട് ഈ IRCSൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വെക്കുക, ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കുക, ഈ ഡോക്യുമെന്റ്സ് അഡീഷണൽ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഫോളോ ചെയ്യുക, അതായത് നമ്മുടെ കണ്ടീഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ ഉള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം ഒരുപാട് റൂൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റൂൾസ് മാറി മാറി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സബ്മിഷനും, അതായത് ഓൺലൈൻ സബ്മിഷന് ചില ഡോക്യുമെന്റ്സിന് ആവശ്യം ഇപ്പം ഇല്ല, ബട്ട് നേരത്തെ അത് വേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.